ചിത്രകലയുടെ ചക്രവർത്തിയായ രാജ രവിവർമ്മയെ നമുക്ക് പരിചയപ്പെടാം. രാജാ രവിവർമ്മ 1848 ഏപ്രിൽ 28 കിളിമാനൂർ കോവിലകത്ത് അദ്ദേഹം ജനിച്ചു. നീലകണ്ഠൻ ഭട്ടതിരിപ്പാടും ഉമാബായി തമ്പുരാട്ടിയുമായിരുന്നു അദ്ദേഹത്തിന്റെ മാതാപിതാക്കൾ. ബാല്യത്തിൽ കൊട്ടാര ഭിത്തിയിൽ ചിത്രരചന നടത്തുമായിരുന്നു അദ്ദേഹം. 17ാമത്തെ വയസ്സിൽ ചിത്രമെഴുത്ത് കോയിത്തമ്പുരാൻ എന്ന പേരും ലഭിച്ചു. രാജാ രവിവർമ്മയുടെ ചിത്രങ്ങൾ ഇന്നും ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ പ്രശസ്തമാണ്. ഭാരത ചിത്രകലയുടെ ഉദാരകനും അഭിമാന നക്ഷത്രവുമായ രാജാ രവിവർമ്മ എന്ന ചിത്രകലാ ചക്രവർത്തി 1906 ഒക്ടോബർ 2 കാലത്തിന്റെ തിരശീലയ്ക്കുള്ളിൽ മറഞ്ഞു. സംഗീതജ്ഞരുടെ ഗാലക്സി 1889 രാജാ രവിവർമ്മ വരച്ച ചിത്രമാണ് സംഗീതജ്ഞരുടെ ഗാലക്സി. വിവിധ പശ്ചാത്തലങ്ങളിൽ നിന്നുള്ള ഒരു കൂട്ടം ഇന്ത്യൻ സ്ത്രീകൾ അവരുടെ പരമ്പരാഗത ഉപകരണങ്ങൾ വായിക്കുന്ന ചിത്രമാണ് സംഗീതജ്ഞരുടെ ഗാലക്സി. ശകുന്തള രാജാ രവിവർമ്മയുടെ പ്രശസ്തമായ ചിത്രരചനകളിൽ ഒന്നാണ് ശകുന്തള. 1998 രാജാ രവിവർമ്മ ഈ ചിത്രരചന നടത്തിയിരിക്കുന്നത്. രാജാ രവിവർമ്മയുടെ ശകുന്തള എന്ന ചിത്രരചന ഇന്ത്യൻ കലയുടെ ഒരു മാസ്റ്റർ പീസായി കണക്കാക്കുന്നു. ദ്രൗപദി വസ്ത്രഹരൻ രാജാ രവിവർമ്മ 1898 വരച്ച ചിത്രമാണ് ദ്രൗപദി വസ്ത്രഹരൻ. മഹാഭാരത കഥയിലെ ഒരു രംഗമാണ് ദ്രൗപദി വസ്ത്രഹരൻ. രാജാ രവിവർമ്മയുടെ ഏറ്റവും പ്രശസ്തമായ ചിത്രങ്ങളിൽ ഒന്നാണ് ദേർ കംസ് പപ്പ. 1893 സൃഷ്ടിച്ച ഈ ചിത്രരചനയിൽ ഒരു പിതാവ് മകളുടെ വീട്ടിലേക്ക് മടങ്ങുന്ന ചിത്രമാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. ഹംസദമയന്തി 1899 രാജാ രവിവർമ്മ ക്യാൻവാസിൽ വരച്ച ചിത്രമാണ് ഹംസദമയന്തി. രാജാ രവിവർമ്മയുടെ ഏറ്റവും പ്രശസ്തമായ ചിത്രങ്ങളിൽ ഒന്നായി ഹംസദമയന്തി കണക്കാക്കപ്പെടുന്നു. ഗംഗാഭീഷ്മർ 1900 രാജാ രവിവർമ്മ വരച്ച ചിത്രമാണ് ഗംഗാഭീഷ്മർ. ഗംഗാഭീഷ്മർ എന്ന ചിത്രരചനയിൽ ഗംഗക്കുഞ്ഞ് ഭീഷ്മരെ കൈകളിൽ വഹിച്ചുകൊണ്ട് ഓടിപ്പോകുന്ന ചിത്രമാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. ദ മിൽക്ക് മെയ്ഡ് രാജാ രവിവർമ്മയുടെ ദ മിൽക്ക് മെയ്ഡ് അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രശസ്തമായ ചിത്രങ്ങളിൽ ഒന്നാണ്. 1904 വരച്ച ദ മിൽക്ക് മെയ്ഡ് സാരി ധരിച്ച ഒരു ഇന്ത്യൻ സ്ത്രീയുടെ ചിത്രമാണ്.